ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ സാരി വീഡിയോയിൽ നമ്മൾ 2-3 ഫാബ്രിക്കും പാറ്റേണും ഒക്കെ വരുന്ന ഐറ്റംസ് ആണ് കാണിക്കുന്നത്. അടിപൊളിയായിട്ട് കാഷ്വൽ ആയിട്ടും പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസിന്റെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. സെമി ടസറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി കളക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അത് കുഞ്ഞു ബുട്ടാസ് വരുന്ന സാരീസ് ആയിട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ സെമി മൊഡാസിൽ നേരത്തെ നമ്മൾ 1595 പ്രൈസ് റേഞ്ചിലൊക്കെ ചെയ്തിരുന്നത് ഇപ്പോൾ നമുക്ക് 1295 ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് പാറ്റേൺസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ടസർ ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ സാരി കളക്ഷനും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണയാണ്. ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് സെമി ടസർ ഫാബ്രിക്കിൽ വൈൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. സെമി ടസർ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒത്തിരി പാറ്റേൺസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലെന്ന് പറയുമ്പോൾ കുഞ്ഞു ത്രെഡിന്റെ ബുട്ടാസാണ് വരുന്നത്. അതും ബോർഡർലെസ് കൺസെപ്റ്റിലേക്കാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഡെയിലി വെയർ കളക്ഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതിൽ ഒരു കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് വരും. പല്ലു ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതുപോലൊരു വീവിംഗ് പാറ്റേൺ ലൈൻസ് വരുന്ന രീതിക്കാണ് ആ ഒരു വീവിംഗ് പാറ്റേൺ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ട് 1195 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ഓണമൊക്കെ വരുമ്പോഴത്തേനും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആട്ടോ. നെക്സ്റ്റ് നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. നേവി ബ്ലൂ ഒക്കെ ആ ഒരു കുഞ്ഞു ബുട്ടാസുമായിട്ട് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു സാരിയായി മാറിയിട്ടുണ്ട്. 1195 പ്രൈസ് റേഞ്ചിലേക്ക്. അടുത്ത വരുന്നത് ലാവണ്ടറിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. എനിക്കൊന്ന് സെമി ടസറിൽ അധികം നമുക്ക് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് അങ്ങനെ കിട്ടാറില്ല. ഇതും ഇപ്രാവശ്യം നമുക്ക് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡൂടെ വന്നിട്ടുണ്ട്. 1195 റേറ്റ് വരുന്നത്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ബ്രിക്കിൻ്റെ ഷെയ്ഡാട്ടോ. അതിലേക്ക് നമുക്ക് ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്, എന്താ പറയുക, ഇതിൻ്റെയൊക്കെ കളറിലാണ് ഡിഫറൻസ് വരുന്നത്. നന്നായിട്ട് പ്ലേറ്റ്സ് ഒക്കെ ചെയ്ത് നന്നായിട്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, ബോർഡർലെസ് കൺസെപ്റ്റ് വരും. പല്ലും സിമ്പിൾ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. 1195 റേറ്റ് വരുന്നത്. അടുത്ത പിങ്കിൻ്റെ ഷെയ്ഡ് ആട്ടോ. ഇത് ഒരു 8 ഷെയ്ഡ്സ് വരുന്നുണ്ട്. പാറ്റേൺ സെയിം ആയിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറൊക്കെ സെലക്ട് ചെയ്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത് ബ്ലാക്കിലേക്കാണ് വന്നിരിക്കുന്നത്. കുഞ്ഞു സിൽവർ ബുട്ടാസ് ഒക്കെ ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി 1195 റേറ്റ് വരും. ലാസ്റ്റ് ഇതിലെ നമ്മുടെ കളർ എന്ന് പറയുന്നത് ഗ്രേപ്പ് ആട്ടോ. ഗ്രേപ്പ് വേണം എന്ത് ഭംഗിയാന്ന് നോക്കിക്ക്. അതിലേക്ക് ആ ഒരു കുഞ്ഞു കുഞ്ഞു ബുട്ടാസും ലൈൻ പാറ്റേണെ പോലെ വീവിങ് ആണ് നമ്മുടെ ആ ഒരു പല്ലു പോർഷനിൽ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും. 1195 റേറ്റ് വരുന്നത്. അടുത്തത് സെമി മൊഡാസ് ഫാബ്രിക്കിൽ വരുന്ന സാരിയാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ബർഗൻഡി ഷെയ്ഡിലേക്കാണ്. അതിൻ്റെ ബോഡി പോർഷനിൽ ഒരു ഡയമണ്ട് ഷേപ്പിലേക്ക് ഡിസൈൻ പാറ്റേൺ ഒക്കെ വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി, വള്ളാറായിട്ടോ ബ്ലീച്ച് ചെയ്ത് എങ്ങനെ വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫീസ് ഗോയിങ് ആയിട്ട് കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസ്. ഇതിൻ്റെ നമ്മുടെ അപ്പർ ബോർഡർ സിമ്പിളായിട്ടാണ് വന്നിരിക്കുന്നത്. ലോവർ ബോർഡറിലേക്ക് ബ്ലാക്കിൻ്റെ കളർ കൂടുതലായിട്ട് വന്നിട്ട് ഇതുപോലെ ഡിസൈൻ പാറ്റേൺ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആയിട്ട് ഭയങ്കര കംഫർട്ടബിളും ആണ്. ഡ്രൈപ്പ് ചെയ്യാനാണെങ്കിൽ ഈസിയാണ്. അതുപോലെ തന്നെ ഡിസൈനോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. 1295 നേരത്തേക്ക് ഇത് നമുക്ക് വന്നിരുന്ന 1595 ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കാട്ടോ. ഇപ്പോൾ വന്നിരിക്കുന്നത് 1295 സെയിം ആ ഒരു മെറൂൺ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ. ഡിസൈനൊക്കെ ഡിഫറെൻ്റ് ആണ്. ബോഡി പോർഷനിൽ ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ പല്ലൂര് ഗ്രീനിലേക്കാണ് വന്നിരിക്കുന്നത്. ഗ്രീനിൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ വരും. ഇതിൽ നോക്കിക്കുക, കുഞ്ഞ് ഒരു ചെക്ക് പാറ്റേൺ പോലെയാട്ടോ അതിൻ്റെ ആ ഒരു ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. 1295 റേറ്റിലേക്ക് വരും. അടുത്തതും ഒരു ബർഗൻഡി അതുപോലെ ബ്ലാക്ക് കോമ്പിനേഷനാണ്. ഇതിലേക്ക് മറ്റൊരു ഡിസൈൻ പാറ്റേൺ ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഓരോന്നിലും ഡിസൈനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതെല്ലാം സെമി മൊഡാസിലിക്കിൽ വരുന്നതാണ്. കംഫർട്ടബിൾ ആണ് ഈ ഒരു സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഓഫീസ് ഗോയിങ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ്. ബ്ലാക്കിൽ ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഇതിൻ്റെയും ബ്ലൗസ് പീസാണ്. ഇതിൻ്റെ ആ ഒരു ചെക്ക് പാറ്റേൺ ഇതിൻ്റെ ബ്ലൗസ് തന്നെ ആയിരിക്കും കേട്ടോ ഇതിന് ഏറ്റവും സ്യൂട്ടാകുക. ഇതെല്ലാം നമുക്ക് ബ്ലാക്ക് ബ്ലൗസ് ആണെങ്കിലും പെയർ ചെയ്യാം, അല്ലെങ്കിൽ മെറൂൺ പ്ലെയിൻ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം 1295 റേറ്റിലേക്ക് വരും. അടുത്തത് ബോഡി പോർഷൻ ബ്ലാക്ക് വന്നിട്ട് ബോർഡേഴ്സും പല്ലും ഒക്കെ നമ്മുടെ ആ ഒരു ബർഗൻഡി മെറൂണിൻ്റെ ഡാർക്ക് ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ. ഇതിൻ്റെ ബ്ലൗസ് പീസിലേക്ക് മറ്റൊരു ഡിസൈൻ പാറ്റേൺ ആണ് വരുന്നത്. 1295 റേറ്റിൽ വരും. അടുത്തതും സെമി മൊഡാസിലേക്ക് തന്നെ വന്നിരിക്കുന്നതാണ്. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലാണ്. ഇതിൻ്റെ ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഡിസൈൻ പാറ്റേൺ ആട്ടോ. ഫ്ലോറൽ ഡിസൈൻ പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. ഫാബ്രിക് സെയിം ആണ്. ആ ഒരു ഡിസൈൻ പാറ്റേണും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പാറ്റേണും ഒക്കെ ഡിഫറെൻറ്റ്. ഫ്ലോറൽ ഡിസൈൻ ആണ് ഓൾ ഓവർ ബോഡി പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. കുഞ്ഞു ഫ്ലോറലാണ്. കൊടുത്തു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ. മറ്റൊരു ഹൈലൈറ്റ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ആട്ടോ. നോക്കിക്കുക, ചെറിയ ഡോട്ട്സിൻ്റെ ഡിസൈനാണ് ബ്ലൗസ് പീസിലേക്ക് കൊടുത്തിരിക്കുന്നത്. 1295 ഇത് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ മസ്റ്റാർഡ് ഷെയ്ഡ്
ഇതും പാറ്റേൺ ഓരോന്നിലെ ആ ഒരു ഫ്ലോറൽ പാറ്റേൺ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കളറൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ചെറിയൊരു ഗോൾഡൻ ടച്ച് കൂടെ വരുന്ന ആ ഒരു മസ്റ്റാർഡ് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. പല്ലുണ്ട് ഔട്ട്ലുക്ക് വരുന്നത് പോലെ. ഇതിൻ്റെ ബ്ലൗസ് പീസും ആ ഒരു ഡോട്ട്സിൻ്റെ ഡിസൈൻ പാറ്റേണും ആയിട്ട് വരും. 1295 ആണ് പ്രൈസ് വരുന്നത്. അടുത്തൊരു ഗ്രീനാണ്. ഇതിൽ മറ്റൊരു പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെമി മോഡൽ സിൽക്കിൽ തന്നെ വന്നിരിക്കുന്ന സാരിയാണ്. ഇതിലേക്ക് നമുക്ക് വരുമ്പോഴത്തേനും ഓൾ ഓവർ ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു പോർഷനിലേക്ക് വരുമ്പോഴത്തേനും മറ്റൊരു ഡിസൈൻ പാറ്റേൺ ബ്ലാക്കിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് പല്ലു വരുന്നത്. ലോവർ ബോർഡറും പല്ലും വരുന്നത് അതുപോലെ. ഇതിൻ്റെ ബ്ലൗസ് പീസും ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ചെറിയ ഫ്ലോറൽ ഡിസൈനൊക്കെ ആയിട്ട് വരും. 1295 റേറ്റിലേക്ക് വരും. ഇത് നമ്മൾ ആദ്യം കണ്ടതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അക്വ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. 1295 പ്രൈസ് റേഞ്ചിൽ തന്നെ വന്നിരിക്കുന്നത്. അടുത്ത അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഒരു ബ്രൗൺ ആൻഡ് ഗ്രേഡേ മിക്സഡ് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഡിസൈനൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരും. സെയിം കളർ ബോർഡറും പല്ലു പോർഷനും ഒക്കെ ആയിട്ടാണ് വരുന്നത്. 1295 പ്രൈസിലേക്ക് വരും. അടുത്തത് മറ്റൊരു പാറ്റേൺ ആണ്. അതായത് സാരീസിൽ എന്തെങ്കിലും ഒരു മെറ്റാലിക് ബേജ് കളറിലേക്കാണ് വരുന്നത്. അതിൻ്റെ കോൺട്രാസ്റ്റ് ബോർഡറും പല്ലുവിലേക്ക് ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സാരി. ഇതൊക്കെ സെമി മോഡേഴ്സിൽ ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ചധികം കളക്ഷൻസ് തന്നെ ഈ ഒരു ഫാബ്രിക്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മൺസൂൺ സ്പെഷ്യൽ ആയിട്ടാണെങ്കിലും ആ ഒരു സീസണിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഏതൊരു ഒക്കേഷൻ വേണമെങ്കിലും ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സാരി ആട്ടോ. ഈ ഒരു പർപ്പിളും വയലറ്റ് മിക്സഡ് ഷെയ്ഡാണ് ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബേസിക് കളർ ആ ഒരു മെറ്റാലിക് ഷെയ്ഡ് വരും. കോൺട്രാസ്റ്റ് ബോർഡറും അതുപോലെ തന്നെ പല്ലു പോർഷനും വരും. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസാണ് വന്നിരിക്കുന്നത്. അതിലും കുഞ്ഞു ഡിസൈൻ പാറ്റേൺ ഒക്കെ ആയിട്ട് വരും. റേറ്റ് വരുന്നത് 1295. അടുത്തത് മെറ്റാലിക് ഷെയ്ഡിലേക്ക് വന്നിട്ട് ഒരു പർപ്പിൾ പിങ്കും ബ്ലൂവിൻ്റെയൊക്കെ കോമ്പിനേഷൻ ഫ്ലോറൽ ഡിസൈന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു റെഡിഷ് മെറൂൺ കളർ ബോർഡറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല്ലുവിലേക്കും കൂടുതലായിട്ട് ആ ഒരു മെറൂൺ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് മെറൂണിലേക്കാണ്. ബോർഡറിൻ്റെ കളറിലാണ് ഡിസൈൻ വരുന്നത്. റേറ്റ് വരുന്നത് 1295. ഓരോ ഫ്ലോറൽ ഡിസൈനും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു സാരിയുടെ ബേസിക് കളറാണേലും അതിൽ കോമ്പിനേഷൻ വരുന്ന ഷെയ്ഡ്സുകളാണേലും ഒന്നിനൊന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ബ്ലൂവും പിങ്കും കോമ്പിനേഷനാണ് ഈ ഒരു സാരിയിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൂവിലേക്കാണ് നമ്മുടെ ബോർഡേഴ്സും അതുപോലെ പല്ലു വരുമ്പോഴത്തേന് ഗ്രീനൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഗ്രീൻ ടച്ച് വരുന്നതാണ് ബ്ലൗസ് പീസ് വരുന്നത്. 1295 റേറ്റ്. ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് ഒരു കോഫി ബ്രൗൺ ടച്ചാണ് വന്നിരിക്കുന്നത്. ബ്രൗണും കോഫി ബ്രൗണിൻ്റെയൊക്കെ ആ ഒരു ഷെയ്ഡ്, പിങ്കിൻ്റെയും മസ്റ്റാൻഡിൻ്റെയൊക്കെ ആ ഒരു ഫ്ലോറൽ ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന സൂപ്പർ ആയിട്ടുള്ള സാരീസ് ആട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസിലേക്ക് ഈ ഒരു ഡിസൈൻ പാറ്റേണും പല നേരത്തെ നമ്മൾ കണ്ട പോലത്തെ ആ ഒരു ഡിസൈൻ പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. 1295 റേറ്റ് വരും. അടുത്തതും ആ ഒരു കളർ കോമ്പിനേഷനാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഗ്രീൻ ബോർഡറൊക്കെ ആയിട്ട് വരും. 1295 റേറ്റ് വരുന്നത്. അടുത്ത ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരി അധികം കസവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസ്. ഒരു ടസർ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ടസറിൽ നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും വീവിങ് ഒക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു ടസർ സാരീസിൽ നമ്മുടെ ബോഡി പോർഷനൊക്കെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബോർഡേഴ്സ് വരുമ്പോഴത്തേനും ത്രെഡ് വീവിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു മെറ്റാലിക് ഷെയ്ഡിൻ്റെ കോമ്പിനേഷനും ആയിട്ടാട്ടോ വരുന്നത്. ഈ ഒരു ഷെയ്ഡ് തന്നെ നമ്മുടെ ബോർഡറിൻ്റെ കളറിലേക്ക് പല്ലും അതുപോലെ തന്നെ ബ്ലൗസ് പീസൊക്കെ വന്നിരിക്കുന്ന സാരിയാണ്. ഇതിന് കുറച്ചധികം കളേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതായത് 2295 പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ലാവൻഡർ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. 1 ലെയറായിട്ടും പ്ലീറ്റ്സ് ചെയ്തൊക്കെ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ബോഡി പോർഷൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പ്ലെയിൻ ആയിട്ടാണ് വരിക. ഈ ഒരു ബോർഡേഴ്സിൽ ചെറിയ ടെമ്പിൾ ഡിസൈൻ ബോർഡറും അതുപോലെ തന്നെ ത്രെഡ് വീവിങ്ങുമാണ് ബോർഡേഴ്സിലേക്ക് കൊടുത്തിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക്, അതായത് നമ്മുടെ ഈ ഒരു ബോർഡറിൻ്റെ ആ ഒരു വീവിങ് ത്രെഡ് വീവിങ് ആണ് പല്ലു പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത്. ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. ബ്യൂട്ടിഫുൾ ബ്ലൗസ് പീസ് ആട്ടോ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. കണ്ടോ ആ ഒരു വീവിങ് പാറ്റേൺ വരുന്ന, അതായത് ഒരു മെറ്റാലിക്കിൽ ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിൽ ത്രെഡ് വീവിങ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൗസ് കൂടെ ഈ ഒരു ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്ത് നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരിക്കും. ഗോർജിയസ് ലുക്കിൽ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2295 റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു കളർ, അതായത് നമ്മളൊരു പിങ്കിൻ്റെ ഒക്കെ ഷെയ്ഡിലേക്ക് വരുന്ന സാരി. എൻ പോർഷനിൽ ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. 2295 റേറ്റ് വരുന്നത്. സിമ്പിളാണ്, പക്ഷേ അളവിൽ ലുക്കിൽ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തതിൻ്റെ തന്നെ ബ്ലൂ കളറാണ്. എല്ലാത്തിലും ആ ഒരു ബോർഡറൊക്കെ ഒരു മെറ്റാലിക് ഷെയ്ഡിലേക്കും അതുപോലെ തന്നെ ബോർഡറും പല്ലുവിലും ഒക്കെ ഫുള്ള് ത്രെഡ് വീവിങ് വരുന്നുണ്ട്. നമ്മുടെ ബ്ലൗസ് പീസിലേക്കും ആ ഒരു ത്രെഡ് വീവിങ് തന്നെയാട്ടോ കൊടുത്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്.
അടുത്തത് മസ്റ്റാർഡിൻ്റെയും അതുപോലെ ബ്രൗണിൻ്റെ ഒക്കെ ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ബ്രൗണിൻ്റെ ഒരു കോമ്പിനേഷൻ ഷെയ്ഡ് 2295 പ്രൈസ് റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തത് നല്ലൊരു സ്റ്റാൻഡേർഡ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ആ ഒരു എന്താ പറയുക മെറ്റലിക് ഗ്രേ ടോൺ അല്ലെങ്കിൽ ആഷ് കളറിലേക്കാണ് വന്നിരിക്കുന്നത്. സൂപ്പർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. 2295 ആണ് ഈ ഒരു സാരീസിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക്